ഇന്നെന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, മുനീറെ, നീ എവിടെയെങ്കിലും എത്തണമെങ്കിൽ നീ കുറച്ചും കൂടെ ആക്റ്റീവ് ആകണം, നീ ഒരുപാട് മാറാനുണ്ട്, നീ എവിടെയും പുരോഗതിയിലേക്ക് എത്തിയിട്ടില്ല എന്ന്. സത്യത്തില് സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണിത്. ഒരു വിജയം എന്ന് പറയുന്നത് ഒരാള് ഫേമസ് ആകുക, അല്ലെങ്കിൽ പണം നേടുക, ഇതൊക്കെയാണ് എന്നുള്ള ഒരു ധാരണ. അത് വിജയത്തിന്റെ ഭാഗം മാത്രമാണ്. നമ്മള് വിജയം എന്ന് പറയുന്നത് നമ്മൾ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ആന്തരിക സമാധാനത്തോടെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ, നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ. ഞാൻ പുസ്തകം എഴുതിയത് അത് മറ്റുള്ളവർക്ക് നൽകുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു ആന്തരിക സമാധാനമുണ്ട്. ഞാൻ മറ്റുള്ളവരോട് ഒരു മോട്ടിവേഷൻ നൽകുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ആന്തരിക സമാധാനമുണ്ട്. അതാണ് വിജയത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മളെ തേടി വരും, അതിനൊക്കെ സമയമുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു സുപ്രഭാതത്തിൽ ആരും എവിടെയും വിജയിച്ചിട്ടില്ല, അങ്ങനെ വിജയിക്കുമില്ല. അങ്ങനെ ആരെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റേ ലോട്ടറി അടിച്ചവനെ പോലെ ഒരുപക്ഷെ വിജയിച്ച് കാണുന്നുണ്ടാകാം, അത് തകരുകയും ചെയ്യും. വിജയം എന്ന് പറയുന്നത് പതുക്കെ ഉണ്ടാകുന്നതാണ്. അത് പണത്തിന്റെയും പ്രശസ്തിയുടെയും മാത്രം അളവുകോളിൽ കാണരുത്. അത് ആന്തരികമായ സമാധാനവും നമ്മുടെ ഹാപ്പിനെസ്സും ഇതൊക്കെ അതിൽ പെട്ടു. അതുകൊണ്ട് നമ്മൾ മറ്റൊരാളെ വെച്ചുകൊണ്ട് ഒരാളെയും നമ്മൾ താരതമ്യം ചെയ്യരുത്. ഒരാളെ പോലെ ആകാനും വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണോ അതുപോലെ ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എന്നാലേ നമുക്ക് മാറ്റമുണ്ടാകൂ, വിജയമുണ്ടാകൂ എന്നുള്ളത് നിങ്ങൾ ഉറപ്പിച്ചോളൂ.